OG സഫാൻ എന്ന് വിളിക്കണോ സഫാൻ എന്ന് വിളിക്കണോ? എന്തുകൊണ്ടും വിളിച്ചോളൂ. വെൽക്കം സഫാൻ. താങ്ക് യു. അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ കണ്ടശങ്കട വള്ളംകളി കാണാൻ പോയേക്കായിരുന്നു. ഫസ്റ്റ് വീഡിയോ വൈറലായ സമയത്ത് അതിന്റെ പിന്നിൽ ആക്ച്വലി അതൊരു ആക്സിഡന്റൽ സംഭവമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അലിൻ ജോസ് പെരേര ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പോകാൻ വേണ്ടി അവനെ തള്ളി മാറ്റി മുന്നോട്ട് പോയപ്പോൾ ഫുൾ മൈക്കിംഗ് ക്യാമറ ആണ്. അപ്പൊ ഈ OGയുടെ അർത്ഥം എന്താണ്? OG സഫാൻ, ഐ മീൻ OG എന്ത് ഉദ്ദേശിച്ചാണ് ഇട്ടത്? അങ്ങനെ പെട്ടെന്ന് മന്ത്രിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ടായ ഒരു സ്പാർക്ക്. മന്ത്രി ഞാൻ പഠിക്കുന്ന സമയത്ത് മന്ത്രി കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് ഈ ഒരു വിഷയത്തിൽ. ഇപ്പോൾ കണ്ണൂരുള്ള കുറച്ച് ആളുകൾ നല്ല ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. കമന്റ് ബോക്സ് ഫുള്ള് തെറിയായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് വരഞ്ഞു കളയെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് വരെ വന്നിരുന്നു. മുഖ്യമന്ത്രി വരുന്നതിന് എത്ര നേരമാണ് ഇവിടെ റോഡ് അടച്ചിട്ട്? മുഖ്യമന്ത്രി മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഇവിടെ പ്രധാനമന്ത്രി വന്നിരുന്നില്ലേ? അന്നേരം ഇത് തന്നെയല്ലായിരുന്നു. മുഖ്യമന്ത്രി വന്നപ്പോൾ അടിവസ്ത്രം ഊരിയിട്ടാ കാണിച്ചു കൊടുത്തത്. അതിന്റെ കളർ കറുപ്പായിരുന്നു. അത്ര നാറിയ ഒരു ഭരണം ഇവിടെ വേറെ ഉണ്ടായിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരുപാട് സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഈ മുനവർലി തങ്ങൾ എന്ന് പറയുന്നൊരു തങ്ങള് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, കല്യാണം പള്ളികളിൽ ചുരുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അതിന്റെ ശേഷം അവരുടെ വീട്ടിലെ ഒരു കല്യാണത്തിന്, ഏതൊരു തങ്ങളുടെ മകളെ കല്യാണത്തിന് ഇതുപോലെ ജവാൻ സിനിമയത്തെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചു. പണ്ടൊരു ഉസ്താദ് ലേസ് മണ്ണെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എവിടെ പോയി കിടക്കുക? മണ്ണെണ്ണയിൽ ഒരു ചിപ്സ് ഇങ്ങനെ ഇറങ്ങിയിട്ട് പരിപാടിയാണ്. ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് സഫാന്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് എന്തൊക്കെ ചേഞ്ചസ് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? 7ാമത്തെ പീരീഡ് റിപ്പീറ്റ് അടിച്ച് വരുന്ന പീരീഡ് ഹാപ്പി ആയിട്ട് എടുക്കാൻ വരുന്ന ഒരു ടീച്ചറെ ഞാൻ കണ്ടിട്ടില്ല. ഞാനിത് ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് പോർഷൻസ് തീരേണ്ടതാണ്. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് പോർഷൻസ് തീർത്താൽ മതിയോ? കുട്ടികൾ പഠിക്കുന്ന മനസ്സിലാക്കണ്ടേ? ഞങ്ങൾക്ക് അതിൻ്റെ ഒരാവശ്യമില്ല എന്ന് ഓപ്പണായി പറഞ്ഞു. വിജയ് പാർട്ടിയിൽ പ്രവേശിച്ചതിനെ പറ്റി, വിജയുടെ പാർട്ടി നയത്തിനെ പറ്റി എന്താണ് അഭിപ്രായം? ചോദ്യം എന്താ വരാന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വലതും വന്നു, ഇടതും വന്നു, നടുവത്തതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത പാർട്ടി വരട്ടെ, നല്ലത് വരുമോ ചീത്ത വരുമോ നമുക്കപ്പോൾ കാണാം. എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് ദ OG സഫാനാണ്. വെൽക്കം സഫാൻ. താങ്ക് യു. OG സഫാൻ എന്ന് വിളിക്കണോ സഫാൻ എന്ന് വിളിക്കണോ? എന്തുകൊണ്ടും വിളിച്ചോളൂ. അപ്പൊ ഈ OGയുടെ അർത്ഥം എന്താണ്? OG സഫാൻ, ഐ മീൻ OG എന്ത് ഉദ്ദേശിച്ചാണ് ഇട്ടത്? അർത്ഥം അറിയാം? ഒന്നുമില്ല, ജസ്റ്റ് ആ വീഡിയോ അങ്ങനെ വൈറലായപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസർ ID എസ് ചേഞ്ച് ചെയ്തു, OG എന്നാക്കി, വെറുതെ എന്തെങ്കിലും അത്രേ ഉള്ളൂ. വെറുതെ ഒരു രസത്തിന് വേണ്ടി. ഓക്കെ, അന്ന് ആ വീഡിയോ ഫസ്റ്റ് വീഡിയോ വൈറലായ സമയത്ത് അതിന്റെ പിന്നിൽ ആക്ച്വലി അതൊരു ആക്സിഡന്റൽ സംഭവമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതെന്താണ് ശരിക്കും ഉണ്ടായത് അന്നെന്നാണ്? അല്ല, അതിപ്പോൾ എൻ്റെ നാട്ടിലത്തെ ഫ്രണ്ട്സ് ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലീൻഫൈ എന്നുള്ള പേരിൽ വാട്ടർ ടാങ്കിൻ്റെ ഒക്കെ ഡീപ്പ് ക്ലീനിങ് സർവീസ്, അങ്ങനത്തെ ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വനിതയിൽ സെലിബ്രിറ്റീസൊക്കെ സിനിമ കാണാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വെറുതെ വന്നതാണ്. സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അലിൻ ജോസ് പെരേര ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പോകാൻ വേണ്ടി അവനെ തള്ളി മാറ്റി മുന്നോട്ട് പോയപ്പോൾ നേരെ ഫുൾ മൈക്കിംഗ് ക്യാമറ ആണ്. ഓക്കെ, അങ്ങനെ വന്നതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കയറി പെട്ടതാണ്. അതെ അതെ. ഓക്കെ, അപ്പൊ അവരെന്താണ് ചോദിച്ചു തുടങ്ങിയത്? അല്ല, സിനിമയുടെ റിവ്യൂവിനെ ചോദിച്ചു തുടങ്ങിയത്. പിന്നെ ഈ കേസ്, ദിലീപേട്ടന്റെ കേസ്, അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണല്ലോ ഈ സിനിമ വന്നപ്പോൾ മുതൽ തന്നെ. അപ്പൊ അങ്ങനെ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയ എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാണ് ഞാൻ ശിവൻകുട്ടിക്കെതിരെ പറഞ്ഞ അതൊരു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ പെട്ടെന്ന് മന്ത്രിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ടായ ഒരു സ്പാർക്ക്. അല്ല, മന്ത്രി ഞാൻ പഠിക്കുന്ന സമയത്ത് മന്ത്രി കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് ഈ ഒരു വിഷയത്തില്. കാരണം അവരൊന്ന് ചെയ്യുന്നു, നമ്മളോടത് ചെയ്യരുതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ എന്താ ഉണ്ടായത്? ഡിഫൈൻ ആയിട്ട് ആ സാഹചര്യ സിറ്റുവേഷൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഉണ്ടായ റീസണാണ് ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. സ്കൂളിൽ ടീച്ചറോട് ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ പേരന്റിനെ വിളിച്ചു വരാൻ പറഞ്ഞ് അങ്ങനെ ഉണ്ടായ ഒരു ഇഷ്യൂ ആണ്, ഞാൻ മുമ്പ് പറഞ്ഞതാണത്. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അന്നേരം ലൈവായിട്ട് എല്ലാവരുടെ മുൻപ് വെച്ച് അത്രയും വൈറലാവും അറിഞ്ഞിട്ടും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പം പേടിയൊന്നുമില്ലായിരുന്നു? അല്ല, അത് പറയുമ്പോൾ പേടി ഉണ്ടായിരുന്നില്ല, കാരണം അതെല്ലാവരും ഓൾറെഡി ഒരു വട്ടം കണ്ടതാണ്. പിന്നെ അത് പറഞ്ഞാലും ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ കണ്ണൂരുള്ള കുറച്ച് ആളുകൾ നല്ല ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. കമന്റ് ബോക്സ് ഫുള്ള് തെറിയായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് വരഞ്ഞു കളയെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഞാൻ റിമെൻഷൻ ചെയ്തു, അപ്പോൾ തന്നെ ആ പുള്ളി അത് ഡിലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് വരെ വന്നിരുന്നു. എൻ്റെ ഫോളോവർ അയച്ചു തന്നതാണ്, ഏതൊക്കെ ഒരു ഗ്രൂപ്പിൽ കറങ്ങി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്.
കമന്റ് ഇടുന്ന മുഖ്യമന്ത്രിയെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പൊ ഭരണകർത്താക്കളായിട്ട് നിലകൊള്ളുന്നില്ല. ശരിക്കും പണ്ട് ചെഗ്വാരയുടെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഏതൊരു രോഗാവസ്ഥയൊക്കെ എടുക്കുന്ന ടൈമിൽ ഒരു കാട് കടന്ന് ഒരു പുഴയൊക്കെ നീന്തിയിട്ട് പുള്ളിയുടെ ആളുകളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അതാണ് ശരിക്കും കമ്മ്യൂണിസം ഇന്നിവിടെ കാണിക്കുന്നത്. ചില ടൈമിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ പെട്രോളിനും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ടാക്സ് കൂട്ടിയിട്ട് എല്ലാവർക്കും ഓരോ ഹെലികോപ്റ്റർ എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ എത്ര ബെറ്റർ ആയെന്ന് ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് റോഡിലൂടെ മാനുമര്യാദയ്ക്ക് സഞ്ചരിക്കായിരുന്നു. ഇത് ആരോ ഒരാൾ വരുന്നതിന്, ഒരു മുഖ്യമന്ത്രി വരുന്നതിന് എത്ര നേരാണ് ഇവിടെ റോഡ് അടച്ചിടുന്നത്. അപ്പൊ ഇത് മുഖ്യമന്ത്രി മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഇവിടെ പ്രധാനമന്ത്രി വന്നിരുന്നില്ലേ, അന്നേരം ഇത് തന്നെയല്ലായിരുന്നു. എല്ലാവരും ഞാൻ കോമൺ ആയിട്ടല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞ കോമൺ ആയി പറഞ്ഞതാണ്. ഇപ്പോൾ കേരളത്തിലാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പൊ കറന്റ് സിറ്റുവേഷനിൽ ഭരിക്കുന്നവരെക്കാൾ കൂടുതൽ അപമാനം നേരിട്ടവർ വേറെ ഉണ്ടാവില്ല. ഇപ്പൊ ഈ നവകേരള യാത്ര സമയത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ട്, നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടതാവും. കരിങ്കൊടി കാണിക്കാൻ കുറച്ച് പാർട്ടി പ്രവർത്തകർ വന്ന് നിൽക്കുന്നുണ്ട്, പോലീസ് അവരെല്ലാവരും പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു അമ്മാമ്മ വന്ന് നിൽക്കുന്നുണ്ട്. പോലീസ് വിചാരിച്ചത് ഈ അമ്മാമ്മ വന്ന് നിൽക്കുന്നത് എന്തിനാ, മുഖ്യമന്ത്രിനെ കണ്ട് ടാറ്റ കൊടുക്കാനാണെന്നാ. പക്ഷെ കറന്റ് ഉണ്ടായത് അതല്ല, മുഖ്യമന്ത്രി വന്നപ്പോൾ അടിവസ്ത്രം ഊരിയിട്ടാ കാണിച്ചു കൊടുത്തത്. അതിന്റെ കളറ് കറുപ്പായിരുന്നു. പോലീസുകാർ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അത്ര നാറിയ ഒരു ഭരണം ഇവിടെ വേറെ ഉണ്ടായിട്ടുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് ഒരു സാഹചര്യത്തിൽ നേരിട്ട് കാണാൻ പറ്റിയാൽ അദ്ദേഹത്തിന്റെ അടുത്ത് എന്തായിരിക്കും ആദ്യം പറയുന്നത്? എലിവേറ്റർ എവിടെയെന്ന് ചോദിക്കും. എലിവേറ്റർ എവിടെയെന്ന് ചോദിക്കും. എലിവേറ്റർ എവിടെ, ഇംഗ്ലീഷ് അറിയാവുന്ന ആരിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന പറയും. അത്ര ആത്മാവ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ട്. ആത്മാവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഓജോ ബോർഡൊക്കെ കളിച്ചു നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻസിഡന്റ് എന്ന് പറയാൻ മാത്രം 1-2 ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഓജോ ബോർഡ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചതൊരു അമ്മയാണ്. ഒരു മകള് മരിച്ചപ്പോൾ ആ മകളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരു അമ്മ കണ്ടുപിടിച്ചാണ്. ഇതിന്റെ ശാസ്ത്രീയ വശമായിട്ട് പലരും പറയുന്നത് നമ്മൾ ഓജോ ബോർഡ് കളിക്കാതിരിക്കുന്നത് വാതിലും ജനലൊക്കെ അടച്ചൊരു മെഴുകുതിരി വട്ടത്തിലിരുന്നിട്ടാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കൈ ചലിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സറിയുന്നില്ല. അങ്ങനെ സംഭവിക്കുന്നതാണ് ഓജോ ബോർഡിലെ കോയിൻ അനങ്ങുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ആ ഒരു രീതിയിൽ അതിനെ നോക്കി കാണുന്നുണ്ടോന്ന് ചോദിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായ ആ ഒരു രീതിയിലാണോ നോക്കി കാണുന്നത്, അതോ ആത്മാവെന്നുള്ളൊരു കോൺസെപ്റ്റിലാണോ? എനിക്കത് ക്ലിയർ ആയില്ല. അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ പണ്ട് ഓജോ ബോർഡ് കളിച്ചപ്പോ ഒരു സ്ഥലം പറഞ്ഞു, എവിടുന്നാ വന്നെന്ന് ചോദിച്ചപ്പോ സ്ഥലത്തിന്റെ പേര് എനിക്ക് എക്സാക്ട് ഓർമ്മയില്ല. ഞങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോ പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള ഏതോ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ ആർക്കും ആ സ്ഥലത്തിനെ കുറിച്ച് അറിയില്ല. ആകെ വണ്ടടിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ. ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവനൊരു ബോധമില്ല ചെയ്യുന്നതാണ്, ഇവൻ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് ചെയ്യുന്നതൊക്കെ വീഡിയോസിന്റെ താഴെ കുറെ പേര് കമന്റ് ഇട്ടിരിക്കുന്നുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ദറസ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായത്തിൽ 6 കൊല്ലം പഠിച്ചു വന്നത്. അതുകൊണ്ട് ഇതുവരെ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ സ്മോക്കിംഗ് ഇതൊക്കെ കുട്ടികൾ തുടങ്ങുന്ന ടൈമിലേക്ക് അത് കിട്ടി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് അതിലോട്ടൊന്നും പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ഡ്രഗ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയാണ്. ഞാൻ ദറസ് നിർത്തി വന്ന ടൈമിൽ, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ആ ടൈമിൽ എൻ്റെ നാട്ടിലൊരു പരിപാടി ഉണ്ടായി. ഒരു എക്സൈസ് ഓഫീസറാണ് ക്ലാസ് എടുക്കാൻ വന്നത്. പുള്ളിയുടെ കയ്യിൽ സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഡ്രഗ്സ് എന്തൊക്കെയോ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള മെഷീൻസ് അങ്ങനത്തെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പുള്ളി എല്ലാ പാരൻസിനും കാണിച്ചു കൊടുത്തു. കാരണം അങ്ങനെ ഒരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് പാരൻസ് ഉണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, പുരുഷന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പുള്ളി ഇതിൽ കാണിച്ചു കൊടുത്തതൊക്കെ കാണിച്ചു കൊടുത്തു. അന്ന് പുള്ളി ഒരു കാര്യം പറഞ്ഞു, ദ കാനൺ ഓഫ് മെഡിസിൻ വായിച്ചിട്ടുണ്ടോ? ഇന്ന് 750-ലധികം ലോകത്തിൽ നിലവിലുള്ള മരുന്ന് എഴുതിയ ഒരു പുസ്തകമാണ്. ഇബ്നു സീന എന്ന് പറയുന്ന ഒരാളാണ് ആ പുസ്തകം എഴുതി. ദ കാനൺ ഓഫ് മെഡിസിൻ അൽ ഖാനൂൻ ഫിൽ തിബ്, അതാണ് അതിന്റെ അറബി പതിപ്പ്. അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താണ്. അപ്പൊ അത് ഇബ്നു സീനയുടെ റെസിപ്പിയാണ്. പണ്ട് ഏത് രാജ്യമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അറബി ബുക്കാണ്, ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇപ്പൊ ഇന്ന് ലോകത്ത് നിലവിലുള്ളതിൽ ഒരുപാട് മരുന്നുകൾ ആ പുസ്തകത്തെ സെയിം റെസിപ്പി ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. അപ്പൊ അത്രയും വലിയൊരു വൈദികനായിരുന്നു ഇബ്നു സീന. അപ്പൊ പുള്ളി അന്ന് സ്റ്റോറി പറഞ്ഞു പോയതാണ്. അപ്പൊ പുള്ളി എന്ന് പറഞ്ഞു, നമ്മുടെ മക്കൾ ഡോക്ടറാണ്, അതുകൊണ്ട് എൻ്റെ മകൻ ഡ്രഗ്സ് ഉപയോഗിക്കൂല എന്നൊരു പാരന്റും സമാധാനിക്കരുത്. കാരണം ദ കാനൺ ഓഫ് മെഡിസിൻ എഴുതിയ ഇബ്നു സീന. പണ്ട് ഏതൊരു രാജ്യത്തെ രാജാവിൻ്റെ മകൻക്കോ എന്തൊരു വലിയ മാറാരോഗം പിടിപെട്ടു. ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു, എവിടുന്നും മാറിയില്ല. അവസാനം ഇബ്നു സീനനെ കുറിച്ച് ഈ രാജാവ് അറിയുകയും ഇബ്നു സീനെ തേടി വരുമ്പോൾ ഇബ്നു സീന പറയുന്നുണ്ട് പേഷ്യൻറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. അങ്ങനെ രാജാവ് യാത്ര ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണെന്ന് ഇബ്നു സീനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തപ്പോൾ ഇബ്നു സീന പറഞ്ഞത്, എനിക്ക് അങ്ങോട്ട് വരാൻ 40 ഒട്ടകങ്ങൾ വേണമെന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇബ്നു സീനയുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ ചുമക്കണമെങ്കിൽ 40 ഒട്ടകങ്ങൾ വേണമായിരുന്നു. ഈ പുള്ളി അന്ന് പറഞ്ഞ കഥ കേട്ടോ, 40 ഒട്ടകങ്ങൾ വേണമായിരുന്നു.
അപ്പോൾ അങ്ങനത്തെ ഇബ്നുസീന ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ട്. തിരിച്ച് പ്രത്യുപകാരമായിട്ട് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ രാജാവ് നിർബന്ധിപ്പിച്ചപ്പോൾ ഞാൻ വായിക്കാത്ത 17 പേജിൻ്റെ ഒരു പുസ്തകം നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ ഇബ്നുസീന വരെ കഞ്ചാവ് വലിച്ചിട്ടാണ് മരിച്ചെന്നാണ് പുള്ളി ആ സ്റ്റോറിയിൽ പറഞ്ഞത്. എഗൈൻ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് IYF എന്ന് പറയുന്ന ഒരു സംഘടന ചെറിയ മീറ്റിംഗ് വെക്കലുണ്ട്. ഈ മീറ്റിങ്ങിന് ഒരു പുള്ളി ക്ലാസ് എടുക്കാൻ വന്നു. ഈ പുള്ളി പറഞ്ഞിട്ട് ഇബ്നുസീനെ ഒരുപാട് പുകഴ്ത്തി പറയാം. അപ്പം ഞാൻ അവസാനം ഒരു ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇബ്നുസീന കഞ്ചാവായിരുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇബ്നുസീനക്ക് നെഗറ്റീവായ ഒരുപാട് ഷെയ്ഡ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. അപ്പോൾ പുള്ളി വേഗം ഗൂഗിൾ എടുത്ത് തിരയൽ തുടങ്ങി. അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞതൊരു മിത്താണ്, അടിസ്ഥാനപരമായിട്ടൊരു തെളിവില്ല. തെളിവുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തെളിവുണ്ട്. ഏത് കിതാബിലാണ് പറയുന്നതെന്ന് പുള്ളി ചോദിച്ചു. ഞാൻ പറഞ്ഞു നിംറാസിൽ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പുള്ളി ആ കിതാബിനെ കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു. എഗെയിൻ പുള്ളി മൈക്ക് എടുത്തിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഓൺ വോയിസിലാണ്. പുള്ളി പറഞ്ഞു ചേർത്ത് പിടിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാനപ്പോൾ ഒന്നും പറയാൻ നിന്നില്ല, കാരണം പുള്ളി മൈക്കിൽ ഷൗട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഓൾറെഡി എൻ്റെ നാട്ടിൽ എനിക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ട്. എനിക്കൊരു നെഗറ്റീവ് ഇമേജ് കിട്ടി, ഞാൻ മിണ്ടാതിരുന്നു. അടുത്ത പ്രാവശ്യം ഇതേ പരിപാടിക്ക് ഞാൻ പോയപ്പോൾ ഞാൻ ഫീഡ്ബാക്ക് പറയണമെന്ന് വിചാരിച്ച് പോയത്, പക്ഷെ ഒന്നും പറഞ്ഞില്ല, അങ്ങനെ ഇരുന്നു. അവസാനം ഇൻവൈറ്റ് ചെയ്തു, ആരൊരു ഫീഡ്ബാക്ക് പറയുമെന്ന് പറഞ്ഞു. ഞാൻ നീച്ചില്ല. പിന്നെ നാട്ടുസ്താവ് വിളിച്ചു, വന്ന് സുഫാൻ എന്തെങ്കിലും വന്ന് പറയുമെന്ന് പറഞ്ഞു. ഞാൻ നേരെ കയറി ചെന്ന് പറഞ്ഞു നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് മാറ്റി പറയാതിരിക്കുക. ഈ പറഞ്ഞ കാര്യം മാറ്റി പറയൽ അത്രയുള്ള സ്വഭാവമല്ല. നിങ്ങൾ ആദ്യം പറഞ്ഞു ഇബ്നുസീന കഞ്ചാവാണെന്ന്, പിന്നെ പറഞ്ഞു ഇബ്നുസീന പുണ്യാത്മാവാണെന്ന്. സത്യത്തിൽ ഇത് കേൾക്കുന്ന ആൾ ഏതാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് നാട്ടിൽ കുറച്ച് പ്രശ്നം ഉണ്ടായി, മദ്രസിൽ കുറച്ച് ആളുകളായിട്ട് വർത്താനം ഉണ്ടായി, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. ഇപ്പോൾ ഡ്രഗ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കിത് പറയണം തോന്നി, അത്രേ ഉള്ളൂ. ഓക്കെ, ആ വ്യക്തിനെ പറ്റി സംസാരിച്ചപ്പം ഈ പുള്ളി ഒരു മെഡിസിൻസിന്റെ ബുക്സ് എഴുതിയിട്ടുണ്ട് അല്ലേ? വലിയൊരു വൈദികനായിരുന്നു, ലോകശാസ്ത്രം കണ്ടതിൽ വെച്ച്. ആള് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നാണ് നിന്റെ അടുത്ത് നീ കേട്ട സ്റ്റോറിയിലുള്ളത്, അല്ലെങ്കിൽ റിയൽ ആയിട്ട് ഉള്ളത്. ഓക്കെ, ആ വ്യക്തി ഉപയോഗിച്ചിരുന്നു. സോ ഈ പറയുന്ന വലിയ വലിയ നിലയിലുള്ള ആൾക്കാർ ഉപയോഗിക്കത്തില്ല എന്ന് വിശ്വസിക്കരുത് എന്നാണോ അന്ന് പറഞ്ഞു തന്ന സ്റ്റോറിയിൽ നിന്ന് നിനക്ക് മനസ്സിലായത്? അതായത് അന്ന് പുള്ളി അതിന്റെ ഒരു മൊത്തത്തിൽ പറഞ്ഞെന്താ വെച്ചാലേ, ഇപ്പൊ കൂടുതൽ പാരന്റ്സോ എന്റെ മകൻ ഡോക്ടറാണ്, ഇതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ശരിക്കറിയാം, അപ്പൊ അവ ഇത് യൂസ് ചെയ്യില്ലെന്നിട്ട് സമാധാനം ക്ലിയർ ആയില്ലായിരുന്നു. ഒരുപാട് പാരന്റ്സ് ഉണ്ട്. അപ്പൊ പുള്ളി അത് കരുതി പറഞ്ഞതാണ്. അപ്പൊ അങ്ങനത്തെ പാരന്റ്സിനോട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ബാഗൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ ചാൻസ് ഉണ്ട്, വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി അത് ഉപയോഗിക്കാതിരിക്കില്ല എന്ന രീതിയിലാണ് പുള്ളി പറഞ്ഞു പോയത്. ഇതൊക്കെ എന്തെങ്കിലും സബ്സ്റ്റൻസ് എന്തെങ്കിലും ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഈ 19 വയസ്സായ ഞാനോ? പറയാൻ പറ്റത്തില്ല. ഈ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിലിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ആക്സസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുക എന്നാണ് പറയുന്നത്. പൊതുവെ അങ്ങനെയാണ്. അല്ല, എനിക്ക് ഇതുവരെ എൻ്റെ നാട്ടിലെ ഗ്യാങ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ക്ലബ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും രാത്രി ഒരുമിച്ച് ക്ലബിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ ടൈമിലാണല്ലോ പൊതുവേ വരിക, സ്കൂൾ വിട്ട് വരുന്ന ഒരു ഫ്രീ ടൈം. ആ ടൈമിൽ ഞങ്ങളുടെ നാട്ടിലെ വലിയവരും എല്ലാവരും ഞങ്ങളുടെ സിറ്റി വോളി ക്ലബിലുണ്ടാവും. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഉണ്ടാവലില്ല, അങ്ങനെ ഒരു ഡിബേറ്റ്, കുറച്ച് തർക്കങ്ങൾ, അങ്ങനത്തെ ഒരു പക്ക നാടിന്റെ ഒരു വൈബ് ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിലുണ്ട്. മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെ ഡ്രഗ്സ്, ആൽക്കഹോൾ അങ്ങനത്തെ ഒന്നും ഇല്ല. അങ്ങനത്തെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് ആ ഒരു എൻവയോൺമെന്റിൽ കൂടെ കടന്നു പോയിട്ടില്ല. ഇതുവരെ കടന്നു പോയിട്ടില്ല. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ഈ ഒരു ഏജിൽ അത് കടന്നു പോയിട്ടില്ല എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. എന്തുകൊണ്ടും ഞാൻ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കാലം ദർസിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലോട്ടാണ് വരുന്നത്. 10ാം ക്ലാസ് ആ ഒരു നോളേജ് കൊണ്ടാണോ ഇതിനിപ്പം ഇത് കൂടെ കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഉപയോഗിക്കത്തില്ല എന്നൊരു ഡിസിഷൻ ഈ പറയുന്ന കിട്ടിയ അറിവുകൾ കൊണ്ടാണോ അങ്ങനെ തോന്നിയത്? ഈ ഡ്രഗ്സിലൂടെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏത് സാഹചര്യമാണ് ഡ്രഗ്സ് ഉപയോഗിക്കേണ്ട സാഹചര്യം? ഇപ്പൊ നമുക്ക് സാഹചര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൂട്ടുകെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. പണ്ട് ഇപ്പോ ഞാൻ പഠിച്ചത് പട്ടാമ്പി നൂറുൽ ഹിദായ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. ആ സ്ഥാപനം അവിടെ ഹുദവി എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൊണ്ടുവന്നത് ഷിഹാബുദ്ദീൻ ഹുദവി എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി മരിച്ചുപോയി. ഞാൻ ആ സ്ഥാപനത്തിലോട്ട് ചെല്ലുന്നതിന്റെ ഒരു 1 year മുമ്പ് മരിച്ചുപോയിരുന്നു. പുള്ളി ഒരു ദിവസം, ഞാൻ പുള്ളിനെ കുറിച്ച് കേട്ടൊരു കഥയാണ്. നാട്ടിലെ ഈ വെള്ളോടി ടീംസിന്റെ ഒപ്പം ഒരു യാത്ര പോവാ. അപ്പോൾ ഈ നാട്ടുകാരൊക്കെ അവര് ഉസ്താദല്ലേ, ആള് ചെയ്യുന്ന എന്താ വള്ളടി ടീമിന്റെ ഒപ്പം പോണ്, ഈ രീതിയിൽ പുള്ളിനെ കണ്ടു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ആ ഗ്യാങ്ങിൽ എല്ലാവരും ഡ്രിങ്കിങ് നിർത്തിയിരുന്നു. അപ്പോൾ നമ്മൾ ഏത് കൂട്ടുകെട്ടിലോട്ട് ചെല്ലുന്നു എന്നതിലല്ല, നമ്മൾ ഏത് രീതിയിൽ അവിടെ ബിഹേവ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അത്രേ ഉള്ളൂ. ഇപ്പം ഒരു സെനാരിയോ, ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേര്, നിന്റെ ഒപ്പം ഇരിക്കുന്ന ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴും യു വുഡ് സേ നോ. എനിക്കുള്ള ഗ്യാങ് എന്ന് പറയുന്ന നാട്ടിലൊരു ഗ്യാങ് ആണ്. ഞാൻ
10th എനിക്കധികം ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല 10th പഠിക്കുന്ന ടൈമിൽ. പിന്നെ +1 +2 നല്ലൊരു സ്കൂൾ കാലഘട്ടം ആയിരുന്നില്ല അപ്പോഴും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലെ ഗ്യാങ്ങായിട്ട് അങ്ങനെ കണക്ട് ആവുന്നത്. ദറസ് നിർത്തി വന്നുകൊണ്ട് അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രശ്നമൊക്കെ നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലയളവ് കഴിഞ്ഞ് ഇപ്പോഴാണ് ശരിക്കും നാട്ടിലൊരു ഗ്യാങ്, അങ്ങനെ ശരിക്കും പറഞ്ഞൊരു നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരാളുടെ ഒരു വൈബിലോട്ട് ഞാൻ എത്തിയത്. ഇതുവരെ അതുകൊണ്ട് അത് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു ഗ്യാങ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരുപാട് സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ട് അല്ലേ? അതെ അതെ, അത് സംഭവം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മുനവർലി തങ്ങൾ എന്ന് പറയുന്നൊരു തങ്ങള് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, കല്യാണം പള്ളികളിൽ ചുരുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അതിന്റെ ശേഷം അവരുടെ വീട്ടിലെ ഒരു കല്യാണത്തിന്, ഏതൊരു തങ്ങളുടെ മകളെ കല്യാണത്തിന് ഇതുപോലെ ജവാൻ സിനിമയത്തെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചു. അപ്പോൾ ജനങ്ങളോടൊരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇവര് അഹ്ലുബൈത്ത് എന്ന് പറയുന്ന ഒരു ടീമാണ്, അതായത് പ്രവാചകന്റെ പരമ്പരയായിട്ട് വരുന്നത്. ഇവർക്ക് സക്കാത്തിന്റെ മുതല് ഭക്ഷിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവർ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ വന്ന് ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നു ഒട്ടും ശരിയല്ല. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു നോക്കേണ്ട കാര്യം, കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്നൊരു നാടൻ ചൊല്ലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതിൽ വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒരു മുനാഫിഖിന്, അതിന്റെ മലയാളം എന്ന് പറയുന്നത് കപടവിശ്വാസി എന്ന് പറയും, അവരെ ട്രസ്റ്റ് ചെയ്യരുതെന്ന്. ഈ കപടവിശ്വാസിയുടെ അടയാളങ്ങൾ 3 പ്രവാചകൻ പറഞ്ഞു. ആയത്തുൽ മുനാഫിഖ് സലാസത്തുൻ ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ ഖലഫ വഇദാ ഉത്മിന ഖാന. ഒരു കപടവിശ്വാസിയുടെ അടയാളം അത് 3 വാ തുറന്നാൽ അവൻ സംസാരിച്ചാൽ കളവേ പറയൂ. ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചു തുടങ്ങിയാൽ കളവേ പറയൂ. ഇപ്പൊ ആണക്കാട് തങ്ങള് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ സ്വർഗത്ത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലീഗിന് വോട്ട് ചെയ്താൽ ഹർഷിന്റെ തണൽ ലഭിക്കാൻ അത് കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് തങ്ങളോട് പിന്നെ ചോദിച്ചപ്പോൾ, ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞ് അതൊക്കെ അണികൾ വെറുതെ പറഞ്ഞു നടക്കുന്നതാണ്, അങ്ങനെ ഒന്നുമില്ലാന്ന്. ശരിക്കും തങ്ങൾ തന്നെ അങ്ങനെ പറയുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ സൊസൈറ്റിയിൽ നിന്ന് ഇതിനെതിരെ പറഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അടിയിലും തെറി വരും, ഡെഫിനറ്റ് ആണ്. വരുന്നത് വരട്ടെ, വിളിക്കുന്നവർ വിളിക്കട്ടെ, അത്രേ ഉള്ളൂ. ആ ഒരു മൈൻഡിൽ എടുക്കുന്നുള്ളൂ. ഇപ്പൊ പാണക്കാട് തങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, അതൊരു വേറൊരു ഡിഫറെന്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? ചെയ്തിട്ടുണ്ട്. അത് വേറൊരു ഡിഫറെന്റ് വീഡിയോ ആയിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു ഇഷ്യൂനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ കുറെ പേര് കമന്റ് ഇട്ടേക്കുന്നത്, താഴെ വന്ന കമന്റിനേക്കാൾ കൂടുതൽ എന്റെ കുടുംബത്തിൽ നിന്ന് വന്ന കമന്റാണ് ഏറ്റവും വലിയ വിഷയം. ആ വീഡിയോ എന്തൊക്കെയാണ് കുടുംബത്തിൽ റിലീജിയൻ എന്ന് പറയുന്നത് ആരും കൈവെക്കാൻ ആഗ്രഹിക്കാത്തൊരു മേഖലയാണ്. ഞാൻ ഒരു ദിവസം എൻ്റെ ഉമ്മാന്റെ വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേറ്റപ്പോൾ ഒരു സ്ട്രീമിംഗ് നടക്കുകയാണ്, ലൈവ് പ്രോഗ്രാമാണ്. അപ്പൊ അതിൽ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന ഞാൻ കേൾക്കുന്നത്, ലെയ്സ് തിന്നരുത്, അതേപോലെ എവറിഡേയുടെ പാൽപ്പൊടി ഉണ്ട്, അത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത്, അതൊക്കെ ജൂതന്റെ പ്രൊഡക്റ്റ് ആണ്, ഇതിന്റെ പ്രോഫിറ്റ് എത്തുന്നത് ജൂതന്റെ കയ്യിലാണ്, ജൂതൻ അത് ഉപയോഗിക്കുന്നത് വെപ്പൺസ് ഉണ്ടാക്കിയിട്ട് ഫലസ്തീനുകളെ കൊല്ലാനെന്നാണ്. ഓക്കെ, ഇത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ അതിന്റെ അടിയിൽ സൂപ്പർ ചാറ്റ് ഉണ്ട്. സൂപ്പർ ചാറ്റിന്റെ 40% പോകുന്നത് എങ്ങോട്ടാ? യൂട്യൂബിനാണ്. യൂട്യൂബ് ആരോ ഓണർഷിപ്പിലാ. അത്ര ചിന്തിച്ചാൽ മതി. അപ്പൊ ഈ ലേസിന്റെ പ്രോഫിറ്റ് മാത്രം, ജസ്റ്റ് ഒരു ലേസ് വിൽക്കുകയാണെങ്കിൽ അതിന് എത്ര ആൾക്ക് ഇതിന് പ്രോഫിറ്റ് ഇട്ടുണ്ട്, എത്ര ആളുടെ ജീവിതമാർഗമാണ്. ഞാൻ ഇതിനെ അനുകൂലിക്കല്ല, ആ രീതിയിൽ കാണണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഒരു വീക്ഷണത്തിൽ നിങ്ങൾ നിരീക്ഷിച്ചാൽ മതി. ഇത് നോക്കൂ, ജൂതന്റെ യൂട്യൂബിൽ നിന്നുകൊണ്ട് സൂപ്പർ ചാറ്റ് വാങ്ങിയിട്ട് അതിന്റെ ശതമാനം ജൂതന് കൊടുത്ത് ഇവര് പറയുന്നത് ജൂതൻ അതേറ്റ് വെപ്പൺ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നു. എന്ത് അടിസ്ഥാനരഹിതപരമായ കാര്യമാണിത്? അത്രേ ഉള്ളൂ. ചെയ്യരുതെന്ന് പറയുന്ന കാര്യം അവര് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യരുതെന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരാൾ ബാറിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ട് നിങ്ങൾ വെള്ളം അടിക്കരുത് എന്ന് മറ്റുള്ളവർ ഉപദേശിക്കുന്ന പോലെയാണ് ആ ഉസ്താദ് ക്ലാസ് എടുക്കുന്നത് എനിക്ക് തോന്നിയത്. ഇത് ചെയ്യാതെ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതെല്ലാം ഓക്കെ ആണ്, സത്യമാണെന്നാണോ പറയുന്നത്? ഇക്കറിയില്ല, ഇതിന്റെ ട്രൂത്ത് അറിയില്ല. പണ്ടൊരു ഉസ്താദ് ലേസ് മണ്ണെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എവിടെ പോയി കിടക്കുക? മണ്ണെണ്ണയിൽ ഒരു ചിപ്സ് ഇങ്ങനെ ഇറങ്ങിയിട്ട് പരിപാടിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഈ റിലീജിയൻ എന്ന കോൺസെപ്റ്റ് ഞാൻ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നെഗറ്റീവ് വരുന്ന കാര്യം കൂടുതൽ സംസാരിക്കുന്നു. അത് എപ്പോഴാണെങ്കിലും തൊട്ടാപ്പൊള്ളുന്ന കോൺസെപ്റ്റ് ആണ് റിലീജിയൻ. ഏത് കാലത്തും അതിനൊരു മാറ്റം വരില്ല. ഓക്കെ, നമുക്ക് ഈ റിലീജിയനിൽ നിന്നൊക്കെ മാറ്റി പിടിച്ചിട്ട് എഡ്യൂക്കേഷനിലോട്ട് പോവാം. ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് സഫാന്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് എന്തൊക്കെ ചേഞ്ചസ് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഒരു പ്ലസ് ടു സ്റ്റുഡൻസിന് പഠിക്കാനുള്ളത് 6 സബ്ജക്റ്റാണ്. 7 വിഷയം ഓൾറെഡി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ഒരു പീരീഡ് ഫ്രീ ആക്കി കൊടുക്കുക. ആ പീരീഡ് ഒരു ടീച്ചർ അവിടെ ആക്റ്റീവ് ആവുക. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ എൻ്റെ സ്കൂളിൽ ലൈബ്രറി ഉണ്ട്, അവിടെ നിന്ന് ആകെ പുസ്തകം എടുത്തിരിക്കുന്നത് ഞാനാണ്.
ഞാൻ ഒരു ദിവസം റാൻഡായിട്ട് നടന്നു പോകുമ്പോൾ ഒരു റൂം ഇങ്ങനെ അടച്ചിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ടീച്ചറോട് ചോദിച്ചു ഇത് എന്താണ്, അപ്പോൾ ലൈബ്രറി എന്ന് പറഞ്ഞു ഞാൻ തുറപ്പിച്ച് അങ്ങനെ ഞാൻ ഒരു 2-ാം മുഴം പുസ്തകം ഞാൻ വെറുതെ എടുത്തു. ഞാൻ ഓൾറെഡി വായിച്ചിരുന്നതാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട് 2-ാം മുഴം, നല്ല രസമാണ്. അപ്പോൾ 2-ാം മുഴം ഞാൻ എടുത്തു. അപ്പോൾ അത് കണ്ടിട്ട് വേറെ 2 സ്റ്റുഡൻസ് ലൈബ്രറിയിലോട്ട് കയറി ജസ്റ്റ് ഇങ്ങനെ പുസ്തകം നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരാൾക്കൊരു ആൽക്കമിസ്റ്റ് എടുത്തു കൊടുത്തു, വേറൊരു പുസ്തകം മറ്റേ സ്റ്റുഡൻറ്റ് എടുത്തു. ഇങ്ങനെ ഈ 2 സ്റ്റുഡൻസ് അല്ലാതെ എൻ്റെ അറിവിൽ വേറെ ആരും ആ സ്കൂളിൽ നിന്ന് പുസ്തകം എടുത്തിട്ടില്ല വായിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതാരും വീട്ടിൽ പോയിട്ട് വായിക്കൊന്നുമില്ല. ഈ ലാസ്റ്റ് പീരീഡ് ഫ്രീ ആക്കി കൊടുത്താൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ പേരൻസും അത്ര എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരൊന്നുമല്ല. കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് വന്ന വീട്ടിൽ നിന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പേരൻസ് ഒന്നുമില്ല. ചിലരുണ്ടാകാം, അപൂർവങ്ങളിൽ അപൂർവമായിട്ട്. അപ്പോൾ ഈ ലാസ്റ്റ് പീരീഡ് ഫ്രീ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ടീച്ചർ അവിടെ ആക്റ്റീവ് ആവുക, കുട്ടികളുടെ റീഡിങ് ഹാബിറ്റ്സ് വളർത്തിയെടുക്കുന്നതിൽ, എക്സ്ട്രാ ഓർഡിനറി ആയ കാര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന് സഹായകരമായി തീരും. മാത്രമല്ല ഈ പഠിച്ച കാര്യങ്ങൾ അന്ന് തന്നെ കുട്ടികൾക്ക് മറന്നു പോവാതിരിക്കാൻ വേണ്ടി അന്ന് തന്നെ നോക്കി വെക്കാം. ഇപ്പോൾ അറബിയിലൊരു ചൊല്ലുണ്ട്, വമൻ ഹഫിള ഫറ വമൻ കൊത്തബ കറ. ആരെങ്കിലും മനപ്പാടമാക്കിയാൽ അത് ഓടിപ്പോകും. ഇതൊരു വലിയ പണ്ഡിതൻ പറഞ്ഞതാണ്. ആരെങ്കിലും ഒരു കാര്യം എഴുതി വെച്ചാൽ അതവിടെ നിലനിൽക്കും. അപ്പോൾ കുട്ടികൾക്ക് ഈ പഠിച്ച കാര്യം എഴുതി വെക്കാൻ ചെറിയൊരു സ്പേസ് അത് സ്കൂളിൽ നിന്ന് കൊടുത്തൂടെ. ഈ ക്ലാസ് എടുക്കുന്ന ടൈമിൽ തന്നെ എഴുതൽ വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ലാസ്റ്റ് പീരീഡ് അങ്ങനെ ഫ്രീ ആക്കി കഴിഞ്ഞാൽ ഏതായാലും ഒരു പീരീഡ് എടുക്കുന്നുണ്ട്, ആ പീരീഡ് എടുക്കാൻ വരുന്ന, ഞാൻ 7-ാമത്തെ പീരീഡ് റിപ്പീറ്റ് അടിച്ച് വരുന്ന പീരീഡ് ഹാപ്പി ആയിട്ട് എടുക്കാൻ വരുന്ന ഒരു ടീച്ചറെ ഞാൻ കണ്ടിട്ടില്ല. ഞാനിത് ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് പോർഷൻസ് തീരേണ്ടതാണ്. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് പോർഷൻസ് തീർത്താൽ മതിയോ, കുട്ടികൾ പഠിക്കുന്ന മനസ്സിലാക്കണ്ടേ? ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് ഓപ്പണായി പറഞ്ഞു. ഇവർക്ക് പോർഷൻസ് തീർത്താൽ മതി, കുട്ടികൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഇവർക്കൊന്നുമില്ല ഓപ്പണായി എന്നോട് പറഞ്ഞ ടീച്ചറുണ്ട്. അപ്പൊ അതാണ് മേജറായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ചേഞ്ച്. അതാണ് കറന്റ്ലി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സമൂഹത്തിനെ പല രീതിയിലായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നം, പെട്രോൾ, അങ്ങനെ ഒരുപാട് വിഷയത്തിൽ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, നമ്മുടെയൊക്കെ ഒരു ഏജുള്ള കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്ന സമയത്ത് അവർക്ക് ആർക്കും ഈ യുദ്ധത്തിനെ പറ്റിയോ ഈ പറയുന്ന ഇപ്പം ഗ്യാസിന്റെ അവൈലബിലിറ്റി ഇല്ലാതായതിനെ പറ്റിയോ അല്ലെങ്കിൽ കുറഞ്ഞതിനെ പറ്റിയോ ഒന്നും ഒരു നോളേജ് ഇല്ല. ഒരു ടീനേജിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ നടക്കുന്ന യുദ്ധത്തിനെ പറ്റി സഫാന്റെ സ്റ്റേറ്റ്മെന്റ്സ്. നിങ്ങൾ നടികർ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ടൊവിനോന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു നഗരത്തിലൊരു കലാപം നടന്നാൽ, ഒരു അനീതി നടന്നാൽ അന്ന് ഈവനിങ് ആവുന്നതിനുള്ള അവിടെ ഒരു കലാപം നടന്നിരിക്കുന്നു. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോഴല്ലേ ഈ യുദ്ധം ഒന്ന് തുടങ്ങിയത്. ഞാൻ മനസ്സിലാക്കിയതിന് അങ്ങനെയാണ്. പിന്നെ യുദ്ധം കോർഡിനേറ്റ് ചെയ്യുന്നവരെല്ലാവരും ഒക്കെ ഏജറായ ആളുകളാണ്. മനുഷ്യായുസ് മിനിമം എത്ര ഉണ്ടോ അതിൻ്റെ പീക്ക് ലെവലിൽ എത്തി നിൽക്കുന്ന ആളുകളാണ്. ഏത് രാജ്യക്കാരായിക്കോട്ടെ, ഇവിടെ അടുത്തതായി ജീവിക്കേണ്ടത് നമ്മളാണ്. അപ്പം അയ്യപ്പനും കോശിത്തൊരു ഡയലോഗൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ പറയുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഉള്ളിൽ കളിക്കാനുള്ള ഗ്രൗണ്ട് പോയപ്പോൾ വീണ് കിട്ടിയൊരു കളി അതങ്ങ് ആസ്വദിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ജീവിക്കേണ്ട അടുത്ത ജനറേഷൻ നമ്മളാണ്. ശരിക്കും ഇവർ ഈ യുദ്ധം ചെയ്ത് ഇവിടുത്തെ റിസോഴ്സസ് ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മളിവിടെ ഇങ്ങനെ സർവൈവ് ചെയ്യും. ഇവർക്കിനൊന്നും നോക്കാനില്ല. എല്ലാവരും ഏജറായ ആൾക്കാരാണ്. ഇവരുടെ കാലാവധി തീർന്ന് എക്സ്പയറി ഡേറ്റ് ആയ എല്ലാ നേതാക്കളും ഏത് രാജ്യത്തിൻ്റെ ആയിക്കോട്ടെ എല്ലാവരും മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന, ഇപ്പൊ മരണം ദൈവത്തിന്റെ കയ്യിലാണ്. ഞാൻ ആ ഒരു ഇതിൽ പറയല്ല, ഏജ് നോക്കുകയാണെങ്കിൽ എല്ലാവരും അത്ര ഏജറായ ആളുകളാണ്. അപ്പൊ അവര് ഇങ്ങനെ ഒരു യുദ്ധം ചെയ്യുമ്പോൾ അതിന്റെ ബാക്കി എഫക്റ്റ് അത് ശരിക്കും ബാധിക്കാൻ പോകുന്നത് ഇവിടുത്തെ അടുത്ത ജനറേഷനാണ്, നമ്മളടങ്ങുന്ന ജനറേഷനാണ്. അതിനെക്കുറിച്ച് എല്ലാവരും ബോധേഡായാൽ മതി. അല്ലാതെ കുറെ ഇസ്രായേലിൽ അവിടെ ബോംബിട്ടു എന്ന് പറഞ്ഞ് തെറി വിളിക്കും, അപ്പോൾ ഞങ്ങളുടെ മതക്കാർ ഇവിടെ കൊന്നു, നിന്റെ മതക്കാർ അവിടെ കൊല്ലുന്ന പറഞ്ഞാൽ അതിന് ഒരാൾക്കാർ റിപ്ലൈ കൊടുക്കും. ഈ ഒരു രീതിയിൽ നിന്ന് മാറി ചിന്തിച്ചാൽ തന്നെ നന്നാവുന്ന കേസേ ഉള്ളൂ എല്ലാതും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സംഭാഷണത്തിനിടയിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് കുറെയൊക്കെ അയ്യപ്പനും കോശി സിനിമയിലെ ഡയലോഗ്സ് ആയിരുന്നു. അപ്പം ഒരു സച്ചി സാർ ഫാൻ ആണെന്ന് പറഞ്ഞു അല്ലെ, ഒരുപാട് സിനിമകൾ കാണാറുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചും അദ്ദേഹത്തിനെ കുറിച്ചും എന്താ പറയാനുള്ള സഫാൻ? എന്താ പറയാനുള്ളത് വെച്ചാൽ ഈ സച്ചി സാറിൻ്റെ സിനിമകൾക്കൊക്കെ നല്ല ആത്മാവുള്ള സിനിമകളെ പോലെ തോന്നിയിട്ടുണ്ട്. അനാർക്കലി ആണെങ്കിലും അയ്യപ്പനും കോശി ആണെങ്കിലും ഇപ്പം രാമലീല ആണെങ്കിലും ഈ രാമലീലത്തെ ചില ഡയലോഗ്സൊക്കെ പ്രതി ഞാനാവണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഒരു തോന്നൽ, ആ സാധനമൊക്കെ നമുക്ക് എല്ലാ സിറ്റുവേഷനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ സച്ചി സാറിൻ്റെ സിനിമ എന്നതിനേക്കാൾ ഡയലോഗിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് പലരും കൊടുക്കും. അത് ഇയാളുടെ കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ശരിക്കും ഒരു ഫാൻ ബോയ് ആണെന്നുള്ളൊരു സാധനം. അത് ശരിക്കും ഇപ്പം ഈ പറഞ്ഞല്ലോ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിനോടൊക്കെ താല്പര്യമുണ്ടോ? എഴുതാറുണ്ട്, ചെറിയ ഇതിൽ എഴുതാറുണ്ട്. നല്ലപോലെ വായിക്കുകയും ചെയ്യും, അതുപോലെ എഴുതുകയും ചെയ്യും. ദറസിൽ പഠിച്ചിരുന്ന ടൈമിൽ നല്ലപോലെ വായിച്ചിരുന്നു. പിന്നെ നിർത്തി വന്നതിന്റെ ശേഷം വായിക്കാൻ പുസ്തകങ്ങൾ കിട്ടാറുമില്ല. പിന്നെ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരു ചേഞ്ച് ആയിപ്പോയി. ഓക്കെ. ഈ സോഷ്യൽ മീഡിയനെ പറ്റി എന്താ അഭിപ്രായം?
വളരെ നല്ല മീഡിയ അഭിപ്രായം. അങ്ങനെയല്ല, ജനറലായിട്ട്, അതായത് സോഷ്യൽ മീഡിയ. ഓക്കെ, സോഷ്യൽ മീഡിയ ഈ ടീനേജേഴ്സിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് കരുതുന്നത്? ഇപ്പോൾ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഇപ്പൊ ഞാൻ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ജസ്റ്റ് എവിടെയോ പണ്ട് വായിച്ചു പോയിരുന്നു. അത്ര ഒരു അറിവ് എനിക്കുള്ള ആ ടോപ്പിക്ക് ഞാൻ അവിടെ വിട്ടു. പക്ഷെ എമ്പുരാൻ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഇങ്ങനെ എവിടെയൊക്കെ എന്തൊക്കെയോ മുമ്പ് നടന്ന റിയൽ ഇൻസിഡന്റ് ആണോ ആ രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ അടങ്ങുന്ന ഈ ടീനേജേഴ്സ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് എമ്പുരാൻ സിനിമയിലൂടെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പം അങ്ങനത്തെ രാജ്യം മറന്നുപോയൊരു കാര്യത്തെ ഓർമ്മിപ്പിച്ചത് സിനിമയും സോഷ്യൽ മീഡിയയാണ്. ആ രീതി നോക്കുമ്പോൾ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഭയങ്കര എഫക്റ്റ് ഉള്ളൊരു, ഐ മീൻ നല്ല രീതിയിലുള്ള ഒരു കാര്യം മാത്രമാണ് സോഷ്യൽ മീഡിയ എന്നാണോ? ഒരിക്കലും അല്ല. ഓക്കെ, അതിന്റെ അതർ സൈഡിനെ പറ്റി? അതർ സൈഡ് ഞാൻ അങ്ങനെ അതർ സൈഡിലോട്ട് പോകാറില്ല. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ്സ് ആണ് എടുക്കുന്നത് എല്ലായിടത്തും. അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് പോസിറ്റീവ്സ്. നെഗറ്റീവ്സ് എടുക്കുന്നില്ലെന്നൊന്നും ഇല്ല. എടുക്കുന്നില്ല എന്ന് വെച്ചാൽ അതിലോട്ട് ഇതുവരെ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. ചെറിയ രീതിയിൽ പോലും നെഗറ്റീവ്, സോഷ്യൽ മീഡിയ നെഗറ്റീവ്സിനെ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് വളർന്നു വരുന്ന രീതിക്ക് അല്ല, ചില തെറികളൊക്കെ കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് നല്ല പീക്ക് ലെവലിൽ തെറി കിട്ടുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ചിരിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിനെ നോക്കി കാണുന്ന അവർ കണ്ണാടി നോക്കിയിട്ട് തെറി വിളിക്കുന്നു. അവരെ തന്നെയല്ലേ വിളിക്കുന്നത്, ആ രീതിയിലാണ് ഞാൻ ഇതിനെ നോക്കി കാണുന്നത്. അതുകൊണ്ട് അവരെ തെറി വിളിക്കുന്നത് കൊണ്ട് ഞാൻ കാണിക്കാവേണ്ട കാര്യമില്ലല്ലോ. നെഗറ്റീവ് കമന്റ്സിനോട് അങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്? അവരെ തന്നെ കണ്ണാടി നോക്കി തെറി വിളിക്കുന്നു. അപ്പോൾ അവരെന്റെ തന്തക്ക് വിളിക്കുകയാണെങ്കിൽ അവരെ തന്തക്ക് തന്നെ വിളിക്കുക. അവന്റെ തന്തക്ക് വിളിച്ചോട്ടെ, ഞാനതിനെന്താ, ഞാനിന് എന്ത് ചെയ്യാൻ, അത്രേ ഉള്ളൂ. ഓക്കെ, സിനിമകൾ ഒരുപാട് കാണാറുണ്ട്. ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരാണ്? രാജമൗലി. എന്തുകൊണ്ട്? 2007 ധീര സിനിമ വന്നത്. ഇപ്പൊ ഞാൻ ടൈറ്റാനിക്, ജെയിംസ് ക്യാമറോണെ കുറിച്ച് ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്, എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ടൈറ്റാനിക് ചെയ്യുന്ന ടൈമിൽ പുള്ളിയുടെ മൈൻഡിൽ അവതാറിന്റെ കഥ ഉണ്ടായിരുന്നു. അറിയില്ല ഇത് എത്രത്തോളം ജെന്യൂൻ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ പുള്ളി VFX എന്നൊരു ടെക്നോളജിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്ത്യൻ സിനിമയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് രാജമൗലിയാണ്. 2007 ധീര പോലൊരു സിനിമ ഒക്കെ ചെയ്തു എന്ന്, അത്രയും വലിയൊരു ഡയറക്ടറാണ്. പിന്നെ ഈച്ചനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ആരോടെങ്കിലും പറഞ്ഞ തലക്കകത്ത് ഓളല്ല എന്ന് പറയും. അങ്ങനത്തെ രീതിയിൽ പറയുന്നതിനെ ചിന്തിപ്പിച്ചു പുള്ളി. അപ്പൊ ആ രീതിയിൽ രാജമൗലി നല്ലൊരു ഡയറക്ടറാണ്, വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഡയറക്ടർ. മലയാള സിനിമയിൽ അങ്ങനെയാണെങ്കിൽ നോക്കുമ്പോൾ പ്രിയപ്പെട്ട ഡയറക്ടർ ആരാണ്? മലയാളത്തിൽ ഒരുവിധമുള്ള നല്ല ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് മലയാളത്തില്. ഇപ്പോ സൗബിൻ, ഇപ്പോൾ പുള്ളി പറവ, അങ്ങനത്തെ ആത്മാവുള്ള സിനിമകൾ ചെയ്ത ഒരാളാണ്. പിന്നെ അതുപോലെ അൻവർ റഷീദ്, ഉസ്താദ് ഹോട്ടല്, അങ്ങനത്തെ ചില ആത്മാവുള്ള സിനിമകൾ മലയാളത്തിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ആമേൻ, അങ്ങനത്തെ നല്ല നല്ല പടങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഷാജി കൈലാസ് നല്ലൊരു ഡയറക്ടറാണ്. 6-ാം തമ്പുരാൻ ഒരുപാട് വട്ടം ഞാൻ കണ്ട മൂവിയാണ്. ആത്മാവുള്ള സിനിമകൾ എടുത്തു പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ദി ഫീൽ ഗുഡ് മൂവീസിനെയാണോ ആത്മാവുള്ള സിനിമകൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ഫീൽ ഗുഡ് മാത്രം ആവണമെന്നില്ല. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ സ്റ്റോറി പോകൂല. ലൈക്ക് നമുക്ക് ഒരുപാട് വട്ടം ചിന്തിക്കാനുണ്ടാവും. അത് അത്രേ ഉള്ളൂ. ഹോം, നല്ല നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ. ഇഷ്ടപ്പെട്ട താരം? ആക്ടർ മോഹൻലാൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പോൾ അറബിയും ഒട്ടകവും മാധവൻ നായരും എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ആ സിനിമയില് പുള്ളി ഈ സന്തോഷം സങ്കടവും ഒക്കെ കൂടി ഒരുമിച്ച് വരുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. ഷോർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഷോട്ട് തോന്നുന്നു ലാലേട്ടനെ കൊണ്ട് മാത്രമേ അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളി തൊണ്ട വരളുന്നു, വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് മുതൽ പുള്ളിയുടെ മുഖത്ത് വരുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ആക്ടർ വേറെ ഇല്ല. ഓക്കെ, തമിഴിലാണെങ്കിൽ രാജമൗലിയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അവിടുന്ന് വീണ്ടും സൗത്ത് ഇന്ത്യയിലോട്ട് വരാം. അപ്പൊ അതായത് രാജമൗലി. ഓക്കെ, തമിഴില് ഫേവറേറ്റ് ആക്ടർ ആരാണ്? കമലഹാസൻ. ഓക്കെ, തമിഴിന്റെ കാര്യം ചോദിച്ചു. വിജയ് പാർട്ടിയില് പ്രവേശിച്ചതിനെ പറ്റി, വിജയുടെ പാർട്ടി നയത്തിനെ പറ്റി എന്താണ് അഭിപ്രായം? ചോദ്യം എന്താ വരാന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വലതും വന്നു, ഇടതും വന്നു, നടുത്തതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത പാർട്ടി വരട്ടെ, നല്ലത് വരുമോ ചീത്ത വരുമോ നമുക്കപ്പോൾ കാണാം. എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. വാവ്, കിടില സാധനം. അപ്പൊ അതൊക്കെ ഇരിക്കട്ടെ, എന്താണ് ഭാവി പ്ലാൻ? ഞാൻ എന്തായാലും അടുത്ത കൊല്ലം പഠനം കണ്ടിന്യൂ ചെയ്യണം. ഏതായാലും ഒരു കൊല്ലം ബ്രേക്ക് എടുത്തു, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളൊരു ട്രാവൽ സീരീസ് തുടങ്ങിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്.
കോണ്ടന്റ് ക്രിയേഷൻ. നേപ്പാളൊന്ന് പോയി വരണമെന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസിലാണ്. ഇൻസ്റ്റഗ്രാമിൽ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന്റെ ഒരു പോസ്റ്റർ കണ്ടിരുന്നു. ഞങ്ങള് March 28 എൻ്റെ ഫ്രണ്ട് നടത്തുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ അവന്റെ ലാൻഡിൽ അങ്ങനെ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് പ്ലാൻ ചെയ്യാന്നുള്ള ഐഡിയ അങ്ങനെ വന്നതാണ്. അത് ഇതിന്റെ ഭാഗമായിട്ടാണോ? ഇതിന്റെ ഭാഗമായിട്ടാണ്. ആ ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്യാനൊരു കോണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട്. ഓക്കെ, നൈസ്. ഓക്കെ, അപ്പോൾ ഏതായാലും ദിസ് കോൺവെർസേഷൻ വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ കുറച്ച് വഴക്കുണ്ടാക്കി, കുറച്ച് സംസാരിച്ചു, കുറച്ച് നിന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നല്ല രീതിക്ക് അറിയാൻ പറ്റി. ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ദറ്റ് ഈ ഒരു ഏജിൽ നിനക്ക് ഇത്രയും നോളജ് ഉണ്ട്. ആൻഡ് അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി റെസ്പോണ്ട് ചെയ്ത് അതായത് അനാവശ്യങ്ങളെ മാറ്റി നിർത്തി നല്ലതിനു വേണ്ടി സംസാരിക്കുന്ന ഒരു വോയിസ് ആയി നീ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു മൈൻഡ്സ്കേപ്പ്. പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിനും ഒരുപാട് നന്ദി. താങ്ക് യു.